ഇന്ന് കേരള മുഴുവൻ ചർച്ച ചെയ്യുന്ന വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, വി ഡി സവർക്കർ. നിന്നോട് ആര് പറഞ്ഞു ഈ വിട്ടിത്തം? എന്റെ പൊന്നു ദൈവമേ, ദേ തോറ്റ എംഎൽഎ വന്നിട്ടുണ്ടല്ലോ, പിന്നെയും നമ്മളെ ചിരിപ്പിക്കാൻ വേണ്ടി. പ്രസ് മീറ്റിംഗിൽ കുറച്ച് വിവരക്കേട് പറയുന്നുണ്ടോ, ഒന്ന് കേട്ടു നോക്കിക്കേ. ഞങ്ങൾ ഈ ഭാരതീയ ജനതാ പാർട്ടിന്റെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ RSS വർക്ക് എടുക്കുന്ന ടീച്ചേഴ്സ്മാരെതിരാണ് നിങ്ങൾക്ക് ഉള്ള പ്രശ്നങ്ങൾ പറയാ. അപ്പോ ക്വസ്റ്റ്യൻ തെറ്റാണ്. വി ഡി സവർക്കറിന്റെ വിഷയം വന്നിട്ട് വി ഡി സവർക്കറിന്റെ പേരെടുത്തുകൊണ്ട് എന്തുകൊണ്ടാണ് അവിടെ സസ്പെൻഷൻ കൊണ്ടുവന്നത്? ചോദ്യം തെറ്റാണ് പറയട്ടല്ലോ. പൊട്ട ചോദ്യവും പൊട്ട ഉത്തരവും അതാ പിള്ളേരുടെ തലയെ കുത്തിവെക്കാൻ നോക്കിയതാ, അതിനാ അയാളെ അടിച്ച് വെളിയിലാക്കിയത്. വേറൊരു വിവരക്കേടുണ്ട്, കേട്ടെ. നിങ്ങൾക്കറിയാമോ, അന്നത്തെ കമ്മ്യൂണിസ്റ്റിന്റെ ലീഡർ ആയിട്ടുള്ള AKG ആണ് ഇദ്ദേഹത്തിന് വീർ സവർക്കർ എന്ന് പേര് കൊടുത്തത്. എന്ത് ചെയ്യാം, ഹതഭാഗ്യരായവർക്ക് ദൈവം തലച്ചോറ് കൊടുത്തില്ല, അതിന്റെ പേരിൽ ബുദ്ധിയുമില്ല. അന്നത്തെ ഇന്ദിരാഗാന്ധിജിയാണ് പറഞ്ഞിട്ടുള്ളത് ധീരനായകൻ എന്ന് പറഞ്ഞിട്ടുണ്ടായത്. വിവരമില്ലായ്മ ഒരു കുറ്റമല്ല. വിവരക്കേട് പറയുന്നവനെ ശിക്ഷിക്കാൻ തൽക്കാലം നാട്ടിൽ നിയമവും ഇല്ല. എന്നും രാവിലെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന ചവറുകൾ ഇവിടെ കൊണ്ടുവന്നിട്ടരുത്. ഈ ഗുരുപ്രസാദ് എന്ന പറയുന്ന ഒരു ടീച്ചർ BJP-യിൽ വർക്ക് എടുക്കുന്നുണ്ടെന്ന് ഒറ്റ രാഷ്ട്രീയ വിഷയം ഏറ്റെടുത്തുകൊണ്ടും ഇതിൽ രാഷ്ട്രീയം ഉൾപ്പെടുത്തിക്കൊണ്ടും ഡയറക്റ്റ് ആയിട്ട് മാനേജ്മെന്റിക്ക് സസ്പെൻഡ് ചെയ്യണം എന്ന ഓർഡർ അങ്ങോട്ട് അയച്ചു കൊടുത്തിട്ടുള്ളത്. വായിൽ നിന്ന് വന്നത് മിസ്റ്റേക്ക് ആണെങ്കിൽ എന്റെ ദൈവമേ, അവരുദ്ദേശിച്ച വേട് തന്നെ വന്നത് വിഷം. ആ വിഷം കറക്റ്റ് ആ പിള്ളേരിൽ കുത്തിവെക്കാൻ നോക്കിയതാ, പക്ഷെ നടന്നില്ല. ഇതിനിടയിലാണ് ഒരു പോലീസ് വണ്ടി തടയാൻ പോകുന്ന സീൻ. ദാ ഒന്ന് കണ്ടു നോക്കിക്കേ. ആരും കണ്ടില്ല. വാ, ഇങ്ങനെ ചമ്മുന്ന ഒരാളെ ആദ്യമായിട്ടാ കാണുന്നത്. ഇവരിവിടെ പോയാലും ഇതാണല്ലോ അവസ്ഥ. അതിനിടയിൽ മാടം തിരിച്ചു പോകുമ്പോഴേ ജനങ്ങളുടെ ഒരു കൂവലും. നല്ല വിഷമമുണ്ട്, പുറത്ത് കാണിക്കുന്നില്ലെന്നുള്ളൂ. ഭാരതീയ ജനതാ പാർട്ടി NDA ഭരിക്കുന്ന രാഷ്ട്രത്തിലാണ് നമ്മൾ. ഒരിക്കലും അപ്പോഴേക്കും പിണങ്ങിയോ മഹാ തൊട്ടാവാടികളാ. എന്താണെങ്കിലും മാടത്തിന്റെ ഈ പോകൊക്കെ കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നത് ഈ സീന. മൂപ്പർക്ക് വിവരമില്ലാത്തോണ്ടല്ലോ, ക്ഷമിച്ചാളാ. അടുത്ത ഇലക്ഷന് ഈ വാശിക്ക് അമ്മ അനന്തരവനെതിരെ നിൽക്കണം. കെട്ടിവെച്ച കാശ് പോയി കിട്ടും. അല്ല അങ്കിൾ ഇനി എന്ന് വരും? നിന്റെ ഒക്കെ 16 അടി എന്തെത്തുന്നു. കുടുംബത്തോടെ ചമ്മി പോണത് കണ്ട.